ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു സാധാരണ വീടിന് മുൻപിൽ അടക്കിപ്പറച്ചിലുകളോടെ ആൾക്കൂട്ടം. തേങ്ങലുകൾ നിറഞ്ഞ അന്തരീക്ഷം. കരഞ്ഞു തളർന്ന തന്റെ അമ്മയെ നെഞ്ചോട് ചേർത്ത് തന്റെ പിതാവിന്റെ മൃതദേഹത്തിലേക്ക് നിർവികാരമായി ദൃഷ്ടിയൂന്നിയിരിക്കുകയാണ് അവൾ. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. കുടുംബത്തിന്റെ നട്ടെല്ലല്ലേ ഇല്ലാതായത്. ആ അമ്മയുടെയും മകളുടെയും അവസ്ഥയാണ് ഇനി കഷ്ടം. പിറ്റേ ദിവസം ജലപാനം പോലും ഇല്ലാതെ കരഞ്ഞു തളർന്നു കിടക്കുന്ന തന്റെ അമ്മയ്ക്കരികിലേക്ക് അവൾ നടന്നു. അമ്മേ, ഇനിയും എത്ര നാൾ ഇങ്ങനെ കരഞ്ഞിരിക്കും? ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ മരിച്ചുപോയ അച്ഛൻ തിരികെ വരുമോ? ഇത് കേട്ട് ആ അമ്മ പൊട്ടിക്കരഞ്ഞു. ഈ അവസ്ഥയിൽ നിന്ന് അമ്മയെ തിരികെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്ന് അവൾക്ക് മനസ്സിലായി. കരഞ്ഞു തളർന്ന് ഉറങ്ങിയ അമ്മയുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് അവൾ തന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. മുറിയിലെ ജനൽപ്പടിയിലിരുന്ന് അവൾ ശൂന്യാകാശത്തേക്ക് മികനട്ടു. എത്ര പെട്ടെന്നാണ് ഞങ്ങളുടെ ജീവിതം മാറിമറിഞ്ഞത്. ഈ അവസ്ഥയിൽ നിന്ന് ഇനി എങ്ങനെയാണ് ഞങ്ങൾ കരകയറുന്നത്? എന്തിനാണച്ചാ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പൊയ്ക്കളഞ്ഞത്? ആകാശത്തേക്ക് മികന്നിട്ട് അവൾ പരിഭവിച്ചുകൊണ്ടിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവൾക്ക് പരീക്ഷണങ്ങളായിരുന്നു. അവളുടെ അമ്മ മാനസികമായി തകർന്നുപോയി. സദാസമയവും മുറിക്കുള്ളിൽ തന്നെ അവർ ഒതുങ്ങിക്കൂടി. പണം കൊടുക്കാനുള്ളവർ തിരക്കി വന്നുകൊണ്ടിരുന്നു. വീട്ടുസാധനങ്ങൾ ഓരോന്നായി തീർന്ന് ആ വീട് ദിവസം കഴിയും തോറും മുഴുപട്ടിണിയിലേക്ക് കൂപ്പുകുത്തി. ആ അവസ്ഥയിൽ നിസ്സഹായായി പകച്ചു നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു രാത്രി അവൾ ഒരു സ്വപ്നം കണ്ടു. ഒരു വൃദ്ധൻ അവളോടെന്തോ പറയുവാൻ ശ്രമിക്കുന്നു. ഗ്ലോറിയ, നീ എന്തിനാണ് കുട്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്? നിനക്കാ ബംഗ്ലാവിൽ പോയി ആവശ്യമുള്ള സ്വർണവും പണവും എടുത്തുകൂടെ? അവൾ പെട്ടെന്ന് പേടിച്ച് ഞെട്ടി എഴുന്നേറ്റു. ആരാണ് അയാൾ? ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ട് എനിക്ക് അയാളുടെ മുഖം ഓർത്തെടുക്കാൻ കഴിയുന്നില്ല? എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ഈശ്വര ഇത്. ഗ്ലോറിയ തലയ്ക്ക് കൈകൊടുത്തിരുന്ന് ചിന്തിച്ചുപോയി. പിന്നെയും കുറെ ദിവസങ്ങളിൽ അവളെ ഈ സ്വപ്നം പിന്തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ആ വൃദ്ധന്റെ മുഖം അവൾക്ക് ഓർത്തെടുക്കാൻ സാധിച്ചില്ല. ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവളുടെയും ആ വീടിന്റെയും അവസ്ഥ ദയനീയമായി വന്നു. താങ്ങാനോ തണലാകാനോ ആളില്ലാതെ അവൾ തളർന്നു. ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്നും തന്നെ പിന്തുടരുന്ന സ്വപ്നത്തെപ്പറ്റി അവൾ ചിന്തിച്ചു തുടങ്ങി. ഒടുവിൽ തന്റെ ഈ അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനായി ഗ്ലോറിയ ആ ബംഗ്ലാവിൽ പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ ആ ബംഗ്ലാവിനെ പറ്റി ഗ്രാമത്തിലെ ജനങ്ങൾ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ ഓർത്തപ്പോൾ അവളിൽ ഭയം നിറഞ്ഞു. സ്വർണവും പണവും മോഹിച്ച് ആ ബംഗ്ലാവിലേക്ക് പോയവരാരും പിന്നീട് തിരികെ വന്നിട്ടില്ല. പക്ഷേ അവരൊക്കെ തങ്ങളുടെ അത്യാഗ്രഹം മൂലം അവിടേക്ക് പോയവരാണ്. എന്നാൽ തന്റെ അവസ്ഥ അതല്ലല്ലോ. ജീവിതം വഴിമുട്ടിയ തനിക്ക് മുന്നിലേക്ക് ആരോ നീട്ടിയ വഴിയല്ലേ ഇത് എന്ന രീതിയിൽ അവൾ സ്വയം ആശ്വസിച്ചു. പിറ്റേന്ന് തന്നെ അവൾ ബംഗ്ലാവിലേക്ക് പോകാൻ തയ്യാറായി. എവിടേക്കാണ് പോകുന്നതെന്ന് അമ്മയോട് പറഞ്ഞാൽ അത് അവർ സമ്മതിക്കില്ല എന്നുറപ്പുള്ളതിനാൽ ഗ്ലോറിയ അമ്മയോട് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. ആ ഗ്രാമം അവസാനിക്കുന്നിടത്ത് നിറയെ മരങ്ങളാൽ ചുറ്റപ്പെട്ടാണ് ബംഗ്ലാവ് നിൽക്കുന്നത്. ഒടുവിൽ ഏറെ നേരത്തെ നടത്തത്തിന് ശേഷം ഗ്ലോറിയ ആ ബംഗ്ലാവിന്റെ മുന്നിലെത്തി. എല്ലാവരും പേടിയോടെ മാത്രം ഓർക്കുന്ന ആ മരണത്തിന്റെ കോട്ടയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ഇതേവരെ സംഭരിച്ചു വെച്ച ധൈര്യമെല്ലാം ചോർന്നു പോകുന്നതും പകരം ഉള്ളിൽ ഭയം നിറയുന്നതും അവൾക്കറിയാൻ കഴിഞ്ഞു. എന്നാൽ അവളിലെ ഭയം കുറയ്ക്കാൻ എന്ന പോലെ ഒരു തണുത്ത കാറ്റ് വീശി തുടങ്ങി. തനിക്ക് മുന്നോട്ടു പോയേ മതിയാകൂ എന്ന് മനസ്സിലുറപ്പിച്ച് ദീർഘനിശ്വാസമെടുത്ത് തന്റെ മനസ്സിലെ ഭയത്തെയും ആശങ്കകളെയും അടക്കി നിർത്തി ഗ്ലോറിയ ആ വലിയ ഗേറ്റ് ശക്തിയായി തള്ളി തുറന്നു. ശക്തമായ ഒച്ചയോടെ ആ ഗേറ്റ് തുറക്കപ്പെട്ടു. ബംഗ്ലാവിനെ ആകമാനം നോക്കിക്കണ്ടുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. ആകാശം ഇരുണ്ടുമൂടി.
ഒരു വവ്വാലിൻ കൂട്ടം തനിക്ക് നേരെ പറന്നു വരുന്നതും കണ്ട് പേടിച്ചവൾ തിരിഞ്ഞു നോക്കിയതും കണ്ടത്